ഡ്രൈവർമാർക്ക് വെറും 500 രൂപ മുതൽ മുടക്കിൽ 80% ലാഭവിഹിതം ഉറപ്പാക്കുന്ന സഹകരണ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി രാജ്യത്താകമാനം വ്യാപകമാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തെ ഗതാഗത രംഗത്ത് ശ്രദ്ധേയമായൊരു ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് തുടക്കമായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പിന്തുണയോടെ സമാരംഭിച്ചിരിക്കുന്ന ഈ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി ഡ്രൈവർമാർക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ഉടമസ്ഥാവകാശവും വൻ ലാഭവിഹിതവും വാഗ്ദാനം ചെയ്യുന്ന സംവിധാനമാണ്. അതിനാൽ തന്നെ നിലവിൽ പ്രചാരത്തിലുള്ള ഊബർ, ഒല പോലുള്ള മറ്റ് സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസ് ആപ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ സംവിധാനം. കാരണം സഹകരണ മോഡൽ അടിസ്ഥാനത്തിലാണ് ഭാരത് ടാക്സിയുടെ പ്രവർത്തനം. ഇതിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന ഡ്രൈവർമാർക്ക് 500 രൂപ നിക്ഷേപിച്ച് ഈ സംവിധാനത്തിന്റെ സഹ ഉടമകളാകാനാവും. വാഹനം ഓടി ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് വലിയ ഭാഗം കമ്മീഷനായി ഈടാക്കില്ല എന്നതും ഈ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിന്റെ പ്രധാന സവിശേഷതയാണ്. സാധാരണ ഓൺലൈൻ ടാക്സി സർവീസിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഉപഭോക്താക്കൾക്ക് മൊബൈൽ ആപ്പ് വഴി ഭാരത് ടാക്സിയുടെ സേവനം പ്രയോജനപ്പെടുത്താനാകും. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയാണ് ഇത്തരമൊരു ഓൺലൈൻ ടാക്സി സംവിധാനം ആവിഷ്കരിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് ഈ പുതിയ സഹകരണ റൈഡ് ഹെയിലിംഗ് സേവനത്തിന് തുടക്കം കുറിച്ചത്. രാജ്യത്ത് നിലവിലുള്ള ഓൺലൈൻ ടാക്സി സർവീസ് കമ്പനികളോട് അവരുടെ ഡ്രൈവർമാർക്ക് മിനിമം അടിസ്ഥാന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അതിന് ഇല്ല എന്ന ഉത്തരമാണ് ലഭിച്ചത്. എന്നാൽ ഭാരത് ടാക്സിയിൽ പങ്കാളികളാകുന്ന ഡ്രൈവർമാർക്ക് മിനിമം വരുമാനം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കും. അതുകൂടാതെ ലഭ്യമാകുന്ന ലാഭത്തിന്റെ 80% സഞ്ചരിച്ച കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവർമാർക്ക് തന്നെ വിതരണം ചെയ്യും. ബാക്കി 20% സഹകരണ മൂലധനം കെട്ടിപ്പടുക്കുന്നതിനായി നിലനിർത്തും. പുതിയ സഹകരണ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ പറഞ്ഞു. ഭാരത് ടാക്സിയുടെ ഘടനയെ അമൂൽ ക്ഷീര സഹകരണ സംഘവുമായി അദ്ദേഹം താരതമ്യം ചെയ്യുകയുണ്ടായി. അമൂൽ എന്നത് തൊഴിലാളികളുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസിന്റെ വിജയകരമായ ഉദാഹരണമാണ്. ഏകദേശം 36 ലക്ഷം സ്ത്രീകൾ വെറും 50 രൂപ വീതം നിക്ഷേപിച്ചാണ് അമൂൽ 1.25 ലക്ഷം കോടി രൂപയുടെ ഒരു സ്ഥാപനമായി മാറിയത്. മറ്റ് സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ച് അമൂലിൽ ലാഭം ഉടമകൾക്ക് തന്നെയാണ്. ലാഭം ഉൽപാദകരിലേക്ക് തന്നെ തിരികെ പോകുന്നു. ഇതേ ആശയമാണ് ഭാരത് ടാക്സിയിലും അനുവർത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, 500 രൂപയ്ക്ക് ഒരു ഓഹരി വാങ്ങുന്നതിലൂടെ ഡ്രൈവർമാർക്ക് സഹ ഉടമകളാകാം. അംഗത്വം വികസിക്കുമ്പോൾ സഹകരണ ഡയറക്ടർ ബോർഡിൽ ഡ്രൈവർമാർക്ക് പ്രാതിനിധ്യം ലഭിക്കും. ബോർഡിന്റെ ഏതെങ്കിലും ഒരു തീരുമാനം ഡ്രൈവർമാർക്കെതിരായാൽ അവരുടെ പ്രതിനിധി അതിനെ ചോദ്യം ചെയ്യുകയും ഡ്രൈവർമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. അമിത്ഷാ കൂട്ടിച്ചേർത്തു. വരുന്ന 2 വർഷത്തിനുള്ളിൽ 15 കോടി ഡ്രൈവർമാരെ ഉൾപ്പെടുത്താനും 3 വർഷത്തിനുള്ളിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഉൾപ്പെട്ട എല്ലാ നഗരങ്ങളിലേക്കും ഭാരത് ടാക്സി സേവനം വ്യാപിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ഡൽഹി, NCRലും രാജ്കോട്ടിലുമാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിന്റെ ലാഭവിഹിത സംവിധാനം പൂർണ്ണമായും സ്ഥിരത കൈവരിക്കാൻ ഏകദേശം 3 വർഷത്തോളം എടുക്കും. അതിനാൽ തന്നെ പ്രാരംഭഘട്ടത്തിൽ ഡ്രൈവർമാർ ക്ഷമയോടെ ഇരിക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. വരും വർഷങ്ങളിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാരത് ടാക്സി സേവനം ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ ഈ രംഗത്തെ പ്രധാന കമ്പനികൾക്ക് വെല്ലുവിളിയായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡ്രൈവർമാരിൽ നിന്ന് 25 മുതൽ 30% വരെ കമ്മീഷൻ ഈടാക്കുന്ന നിലവിലെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് ഭാരത് ടാക്സി വ്യത്യസ്തമായ ഒരു മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കമ്മീഷൻ അധിഷ്ഠിത മോഡലിന് പകരം ഡ്രൈവറിന് ഉടമസ്ഥാവകാശവും ലാഭ പങ്കാളിത്തവും നൽകാൻ ഉദ്ദേശിച്ചുള്ള ഈ സഹകരണ സംവിധാനം സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസ് മേഖലയിലെ കമ്പനികൾക്ക് തിരിച്ചടിയായി തീരും. സ്വകാര്യ കമ്പനികൾ നിയന്ത്രിക്കുന്ന സംവിധാനത്തിൽ ഡ്രൈവർമാർ വെറും സേവനദാതാക്കളായി മാത്രം നിലനിൽക്കുമ്പോൾ ഭാരത് ടാക്സിയിൽ അവർ തന്നെ സഹ ഉടമകളായി മാറുകയാണ്. അതിനാൽ തന്നെ ഈ പദ്ധതി രാജ്യവ്യാപകമായി വൻ സ്വീകാര്യത നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.